മനു, അതിഭീകരമായിട്ടുള്ള ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെയുള്ള മലയാളികളായ മറ്റാരെങ്കിലും മലയാളികളായി ഉള്ളതായി മനസ്സിലാക്കിയിട്ടുണ്ടോ? പിന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിന്റെ സ്ഥിതിഗതികൾ എന്തൊക്കെയായി? അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അതിൽ സമീപകാലത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയൊരു ഭീകരാക്രമണമാണ് ജമ്മു കാശ്മീരിൽ നിന്നുണ്ടായിരിക്കുന്നത്. പുൽവാമ ഗന്ദർബാൽ ഭീകരാക്രമണത്തിന് ശേഷം കശ്മീർ താഴ്വരയെ ഏറ്റവും കൂടുതൽ നടുക്കുന്ന ഒരു ഭീകരാക്രമണമാണ് പഹൽഗാമിൽ ഉണ്ടായത്. പഹൽഗാമിലെ വിനോദസഞ്ചാരികൾക്ക് നേരെ ഉണ്ടായ ഭീകരാക്രമണത്തിൽ 20-ലേറെ പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം. ഇതുവരെയും സ്ഥിരീകരിച്ചൊരു മരണസംഖ്യ ഇതുവരെ ലഭ്യമായിട്ടില്ല. 28 പേർ മരിച്ചതായാണ് പ്രാദേശിക മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത്. അസാധാരണമായ ഒരു ആക്രമണമാണ്. അടുത്തിടെ സാധാരണക്കാർ ലക്ഷ്യം വെച്ച് നടക്കുന്ന ഏറ്റവും വലിയൊരു ആക്രമണമാണ്. ഇപ്പോൾ കേന്ദ്രമന്ത്രി അമിത്ഷാ 8 മണിയോടെ ശ്രീനഗറിൽ എത്തിയിരുന്നു. വിവിധ ഏജൻസികളുമായി നടത്തിയ ഉന്നതതല യോഗത്തിൽ അമിത്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. സുരക്ഷാ സംവിധാനങ്ങൾ അവലോകനം ചെയ്തിട്ടുണ്ട്. നേരത്തെ മലയാളികളെല്ലാം സുരക്ഷിതരാണെന്നായിരുന്നു നമുക്ക് കിട്ടിയ വിവരം. എന്നാൽ ഒരു മലയാളി മരണപ്പെട്ടിരിക്കുന്ന എന്നൊരു ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കശ്മീരിലുള്ള മലയാളികളുടെ സുരക്ഷ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. കേരളത്തിൽ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ള MLA-മാർ അവിടെ ഉണ്ട്. കേരളത്തിൽ നിന്നുള്ള MLA-മാരെ ടി സിദ്ദിഖ്, മുകേഷ്, KPA മജീദ്, ആൻസലൻ എന്നിവർ കശ്മീരിൽ ഉണ്ടായിരുന്നു. ഇവരുടെയും കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. ഇവരെല്ലാം സുരക്ഷിതരാണെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരു മലയാളി മാത്രമാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ബാക്കി മലയാളികളെല്ലാം സുരക്ഷിതരാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നോർക്ക റൂട്ട്സ് ഇതിന്റെ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. കാശ്മീർ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളീയർക്ക് സഹായവും സേവനങ്ങളും വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശാനുസരണം നോർക്ക ഹെൽപ്പ് ഡെസ്കും ആരംഭിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ടൂറിസ്റ്റുകൾക്കായി അനന്തനാഗ് പോലീസ് സ്റ്റേഷനിലും കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. നമുക്കറിയാം, തെക്കൻ കാശ്മീരിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി ബൈസാരൻ താഴ്വരയിലാണ് ഇന്നൊരു ഭീകരാക്രമണം ഉണ്ടായത്. പഹൽഗാമിൽ ട്രെക്കിംഗ് നടത്തുകയായിരുന്ന വിനോദസഞ്ചാരികൾക്ക് നേരെയാണ് ഭീകരർ ആക്രമണം നടത്തിയത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് ഈ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ലഷ്കർ എ തയ്യബ അനുകൂല സംഘടനയായ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് ഏറ്റെടുത്തിട്ടുണ്ട്. മുമ്പും കാശ്മീരികളല്ലാത്തവർക്ക് നേരെ ആക്രമണം നടത്തി പശ്ചാത്തലമുള്ള ഒരു സംഘടനയാണിത്. ട്രെക്കിംഗ് സൈറ്റ് ആയതിനാൽ തന്നെ, അഥവാ ട്രെക്കിംഗ് മേഖലയാണ്, ഒരു താഴ്വാരമാണ്. അതിനാൽ തന്നെ കാൽനടയായും കുതിരപ്പുറത്തും മാത്രമാണ് ഇവിടേക്ക് എത്താനാവുക. ഇത് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിനും സൈനിക പ്രതികരണത്തിനും ഉൾപ്പെടെ വലിയ വെല്ലുവിളി ഉയർത്തിയിരുന്നു. വെടിവെയ്പ്പിൽ ഗുരുതരമായി പരിക്കേറ്റ വിനോദസഞ്ചാരികളെ സൈനിക ചോപ്പറുകളിലാണ് പുറത്തെത്തിച്ചത്. വെടിവെയ്പ്പിനിടെ നിലത്ത് വീണ് കിടക്കുന്ന വിനോദസഞ്ചാരികളുടെയും സഹായം അഭ്യർത്ഥിക്കുന്നവരുടെയും നടുക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. കൊല്ലപ്പെട്ടവരിൽ നേരത്തെ സ്ഥിരീകരിച്ചതിൽ ഒരാൾ കർണാടക സ്വദേശിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കർണാടകയിൽ നിന്ന് അവധിക്കാലം ആഘോഷിക്കാൻ കുടുംബസമേതം കശ്മീരിലെത്തിയ ഷിമോഗ സ്വദേശി മഞ്ജുനാഥ് റാവു ആണ് കൊല്ലപ്പെട്ടത്. ഈ ഒരു ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഷിവമോഗയിൽ അറിയപ്പെടുന്ന ഒരു വ്യവസായിയായ മഞ്ജുനാഥിന്റെ ഭാര്യ പല്ലവിയുടെ മുന്നിൽ വെച്ചാണ് ഭീകരർ വെടിവെച്ച് വീഴ്ത്തിയത്. പല്ലവി സഹായത്തിനായി അഭ്യർത്ഥിക്കുന്ന നടുക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. 2 വിദേശ വിനോദസഞ്ചാരികളും കൊല്ലപ്പെട്ടതായ റിപ്പോർട്ടുകൾ. ഇറ്റലി, ഇസ്രായേൽ പൗരന്മാരാണ് കൊല്ലപ്പെട്ടതെന്നാണ് സ്ഥിരീകരിക്കാത്ത ചില വിവരങ്ങൾ. തമിഴ്നാട്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളാണ് മേഖലയിൽ ട്രെക്കിംഗ് നടത്തിയിരുന്നതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ വിനോദസഞ്ചാരികൾ പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ നിന്നാണ് ഭീകരർ വെടിവെച്ചതെന്നും നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. പട്ടാള വേഷത്തിലാണ് അക്രമികൾ എത്തിയതെന്നും ദൃക്സാക്ഷികൾ പറയുന്നു. ആക്രമണത്തിന് ശേഷം ഭീകരർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇവർ പഞ്ചാബി, ഹിന്ദി ഭാഷയിലാണ് സംസാരിച്ചിരുന്നതെന്നും ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നുണ്ട്. സമീപകാലത്ത് ജമ്മു കാശ്മീരിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധന ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ നിന്നുൾപ്പെടെ, അതായത് തെക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ ഉത്തരേന്ത്യയിലേക്ക് വിനോദസഞ്ചാരത്തിന് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. ഈ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ആക്രമണം നടക്കുന്നത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ ഇന്ത്യ സന്ദർശനത്തിനും പ്രധാനമന്ത്രിയുടെ സൗദി സന്ദർശനത്തിനും ഇടയിലാണ് ഈ ഒരു ഭീകരാക്രമണം ഉണ്ടാകുന്നത്. ഇതിനു പുറമെ അനന്തനാഗ് ജില്ലയിൽ അമർനാഥ് തീർത്ഥാടനം ഉടനെ ആരംഭിക്കാനിരിക്കുകയാണ്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടി നമുക്ക് ഈ ഭീകരാക്രമണത്തെ വിലയിരുത്താനാവണം. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജിദ്ദയിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി നേരത്തെ ഫോണിൽ സംസാരിച്ചിരുന്നു. ഹീനകൃത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്നും ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടം കൂടുതൽ ശക്തമാക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചിരുന്നു. ഭീകരർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഉന്നതതല യോഗത്തിൽ അമിത്ഷാ അറിയിച്ചിട്ടുണ്ട്. ഭീകരാക്രമണം ഞെട്ടിപ്പിക്കുന്നതും മനുഷ്യത്വരഹിതവുമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രതികരിച്ചിട്ടുണ്ട്. ആക്രമണത്തിന് പിന്നിലുള്ളവർ കഠിനമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും പറഞ്ഞിട്ടുണ്ട്. ആക്രമണത്തിൽ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും ഇപ്പോൾ നടുക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണക്കാർക്ക് നേരെയുള്ള ആക്രമണം ഭീരുത്വമാണെന്നും ഒമർ അബ്ദുള്ള പറഞ്ഞിട്ടുണ്ട്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. സാധാരണക്കാർക്ക് നേരെയുള്ള ആക്രമണം നീചവും ഭീരുത്വവും എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രതികരിച്ചിട്ടുണ്ട്. ഭീകരാക്രമണം ഹൃദയഭേദകവും അപലപനീയവുമാണെന്ന് രാഹുൽ ഗാന്ധിയും പ്രതികരിച്ചിട്ടുണ്ട്. കത്വ മേഖലയിൽ ഉൾപ്പെടെ, നമുക്കറിയാം, കത്വ മേഖലയിൽ ഉൾപ്പെടെ അടുത്തിടെ ഭീകരരും സൈനികരും തമ്മിൽ വലിയ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരുന്നെങ്കിലും ഈ അടുത്ത കാലങ്ങളിലൊന്നും സിവിലിയൻസിനെ ലക്ഷ്യം വെച്ചിട്ടുള്ള ആക്രമണം ഉണ്ടായിരുന്നില്ല. 2019
ഗന്ദർബാലിലാണ് ഇത്തരത്തിലുള്ള ആക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടിരുന്നു. അതിനുശേഷം നടന്ന ഏറ്റവും വലിയൊരു ആക്രമണം കൂടിയാണിത്. സുരക്ഷാ വീഴ്ച പരിശോധിക്കണമെന്നും സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും മെഹബൂബ മുഫ്തി ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കശ്മീരിലെ മുൻ മുഖ്യമന്ത്രിയാണ് മെഹബൂബ മുഫ്തി. അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനും അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യസുരക്ഷയെ അപകടപ്പെടുത്തുന്ന എല്ലാ പ്രതിലോമ ശക്തികളെയും അതിശക്തമായി ചെറുക്കണമെന്നാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. ഇസ്രായേലും അർജന്റീനയും യുക്രൈനും, അതായത് ഈ ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ ഇന്ത്യക്ക് വേണ്ടി രംഗത്തെത്തിയിട്ടുണ്ട്. ഇസ്രായേലും അർജന്റീനയും യുക്രൈനും ഭീകരാക്രമണത്തെ അപലപിച്ച് രംഗത്തെത്തി ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പം ഒറ്റക്കെട്ടായി നിലകൊള്ളുമെന്ന് ഈ രാജ്യങ്ങളുടെ എംബസികൾ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ മേഖലയിൽ സൈന്യത്തിന് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുരക്ഷാ സേന പ്രദേശം വളഞ്ഞ് തെരച്ചിൽ തുടരുകയാണ്. കൂടുതൽ സുരക്ഷാ സേനാംഗങ്ങൾ മേഖലയിൽ എത്തിയിട്ടുണ്ട്. പോലീസും സൈന്യവും ഈ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. നാളെ NIA സംഘവും പഹൽഗാമിൽ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഡൽഹിയിലെ ടൂറിസം കേന്ദ്രങ്ങളിലും പോലീസ് അതീവ ജാഗ്രതയിലാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും ഇപ്പോൾ അവസാനമായി അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇന്ത്യയിലാണ്, നമുക്കറിയാം. ജമ്മുകാശ്മീർ, അതുകൂടാതെ തന്നെ ജമ്മുകാശ്മീരിൽ പലയിടങ്ങളിലും മെഴുകുതിരിയേന്തി പ്രതിഷേധം നടത്തുകയാണ് ജനങ്ങൾ. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ചിട്ട് ഒരു മലയാളി കൂടി മരണപ്പെട്ടിരിക്കുന്നു. എറണാകുളം സ്വദേശിയായ രാമചന്ദ്രനാണ്. മകളുടെ മുന്നിൽ വെച്ചാണ് അദ്ദേഹത്തിന് വെടിയേറ്റതെന്നാണ് ലഭിക്കുന്ന വിവരം. നോർക്ക ഈ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. മൃതദേഹം അനർദാഗ് ആശുപത്രിയിലേക്ക് മാറ്റിയതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അഖില, മനു, ഈ നോർക്കയുടെ ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും? എന്തൊക്കെ തരത്തിലുള്ള സേവനങ്ങളാണ് അതിപ്പോൾ നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്? അഖില, നോർക്കയുടെ ഹെൽപ്പ് ഡെസ്ക് ഇപ്പോൾ പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട്. അടിയന്തര സാഹചര്യങ്ങൾ ബന്ധപ്പെടാൻ വേണ്ടി അവരുടെ നമ്പരും പുറത്തിറക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ മറ്റുള്ളവർക്ക് ബന്ധപ്പെടാൻ വേണ്ടി കശ്മീർ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളീയർക്ക് സഹായവും വിവരങ്ങളും ലഭ്യമാക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നത്. ഒരു ടോൾ ഫ്രീ നമ്പറുമുണ്ട്. ഇതിലൊരു മിസ് കോൾ അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് കശ്മീരിൽ കുടുങ്ങിപ്പോയ സഹായം ആവശ്യമാർക്കും ബന്ധുക്കളെ സംബന്ധിച്ച് വിവരം തരുന്നവർക്കും പേര് രജിസ്റ്റർ ചെയ്യാമെന്നും നോർക്ക CEO അറിയിച്ചിട്ടുണ്ട്. മനു, രാജ്യത്തെ ഞെട്ടിച്ച ഭീകരാക്രമണമാണ് നടന്നിരിക്കുന്നത്. അവിടെ സേവനത്തിന്, അതായത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി സേനകൾ അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. നിലവിലെ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അവിടെ കുടുങ്ങിയിരിക്കുന്ന സഞ്ചാരികളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ഭീകരാന്തരീക്ഷം മാറാൻ, അല്ലെങ്കിൽ അവിടെ നിന്ന് അത് തുടച്ചു നീക്കാനുള്ള സൈന്യത്തിന്റെ ശ്രമങ്ങൾ എവിടം വരെയായി? സൈന്യം നിലവിൽ തെരച്ചിൽ ശക്തമാക്കിയതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ ആക്രമണത്തിൽ ഉത്തരവാദിത്തം ലഷ്കർ-ഇ-തയ്യിബ അനുകൂല സംഘടനയായ റെസിസ്റ്റൻസ് ഫ്രണ്ട് ഏറ്റെടുത്തിട്ടുണ്ട്. മുമ്പും ഈ ആക്രമണം നടത്തി പശ്ചാത്തലമുള്ളവരാണ്. ഇതിനാൽ തന്നെ ഇവിടെ ഒരു സുരക്ഷാ സംവിധാനം വളരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മേഖലയിൽ CRPF ജവാന്മാരെ ഉൾപ്പെടെ വിന്യസിച്ചിട്ടുണ്ട്. ഈ ഹീനകൃത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്നാണ് ഈ നമ്മുടെ നേതാക്കന്മാർ ഉൾപ്പെടെ പറയുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സ്ഥിതിഗതി വിലയിരുത്തുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇവിടെയുണ്ട്. നിലവിൽ മേഖലയിൽ തിരച്ചിൽ തുടരുകയാണ്. സൈന്യത്തിന് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുരക്ഷാ സേന പ്രദേശം വളഞ്ഞ തിരച്ചിൽ നടത്തുകയാണ്. കൂടുതൽ സുരക്ഷാ സേനാംഗങ്ങൾ മേഖലയിൽ എത്തിയിട്ടുണ്ട്. പോലീസും ഉണ്ട്. ജമ്മു കാശ്മീർ പോലീസും ഇതോടൊപ്പമുണ്ട്. സമീപ പ്രദേശങ്ങളിലെല്ലാം വാഹനങ്ങൾ ഉൾപ്പെടെ പരിശോധന നടത്തുന്നുണ്ട്. കൂടുതൽ സേനാംഗങ്ങൾ എത്തിയിട്ടുണ്ട്. NIA സംഘം നാളെ പഹൽഗാമിൽ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനു, പ്രധാനമന്ത്രിയുടെ മടക്കം സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഈ പശ്ചാത്തലത്തിൽ അദ്ദേഹം സൗദിയിലെ കൂടിക്കാഴ്ച അവസാനിപ്പിച്ച് തിരിച്ചെത്താനുള്ള വല്ല ശ്രമങ്ങൾ എന്തെങ്കിലും നടത്തുന്നുണ്ടോ? അഖില, പ്രധാനമന്ത്രി ഇന്ന് വൈകുന്നേരത്തോടെയാണ് ജിദ്ദയിൽ എത്തിയത്. അദ്ദേഹം 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് സൗദിയിലേക്ക് പുറപ്പെട്ടത്. അദ്ദേഹം നാളെ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം നാളെ വരുമോ എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. 2 ദിവസത്തെ സന്ദർശനത്തിന് ശേഷം അദ്ദേഹം തിരിച്ചെത്തുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. മനു, ഈ പഹൽഗാം എന്ന് പറയുന്നത് ഒരു ഗ്രാമപ്രദേശമാണ്. ആ പ്രദേശത്ത് ഇതുവരെ ഇങ്ങനെയൊരു, അതായത് സാധാരണഗതിയിൽ ജമ്മുവിൽ നടക്കുന്ന രീതിയിലുള്ള ഭീകരാക്രമണം നടക്കാറില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു പ്രദേശം എങ്ങനെയാണ് അവിടെ ഇത്തരത്തിലുള്ള ഭീകരാക്രമണം മുൻപ് ഉണ്ടായിട്ടുണ്ടോ? ഇതാദ്യമായാണോ ഇങ്ങനൊരു സംഭവം നടക്കുന്നത് അവിടെ? തെക്കൻ കാശ്മീരിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ പെഹൽഗാം എന്ന് പറയുന്നത്. ഇവിടെ ഒരു ബൈസാരൻ താഴ്വരയിലാണ് ഇന്ന് ഒരു ആക്രമണം ഉണ്ടായത്. പെഹൽഗാമിൽ ഈ ട്രക്കിങ്ങിനും എല്ലാം പേരുകെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇവിടെയാണ് ഈ ആക്രമണം ഉണ്ടായത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക്, അതായത് ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടെയായിരുന്നു ഈ ആക്രമണം നടന്നത്. ട്രക്കിംഗ് സൈറ്റ് ആയതിനാൽ തന്നെ കാൽനടയായും കുതിരപ്പുറത്തുമാണ് ഇവിടേക്ക് എത്താൻ സാധിക്കുന്നത്. ഈ ഒരു സംഭവം ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിനും സൈനിക പ്രതികരണത്തിനും ഉൾപ്പെടെ വെല്ലുവിളി ഉയർത്തിയിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സഞ്ചാരികൾ
ഉൾപ്പെടെ പുറത്തെത്തിക്കാനായും സൈന്യത്തിന് വെല്ലുവിളി ഉയർന്നിരുന്നു. ഇതിന് പുറമെ അതായത് ഇവരെ ഗുരുതരമായി പരിക്കേറ്റ വിനോദസഞ്ചാരികളെ സൈനിക ചോപ്പറുകളിലാണ് പുറത്തെത്തിച്ചത്. വെടിവെയ്പ്പിനെ നിലത്ത് നിന്ന് നടക്കുന്ന ഒരുപാട് വിനോദസഞ്ചാരികളുടെയും സഹായം അഭ്യർത്ഥിക്കുന്നവരും ഉൾപ്പെടെ വിവരങ്ങളും ദൃശ്യങ്ങളും എല്ലാം പുറത്തു വന്നിരുന്നു. ഇതിനിടെ നമുക്ക് ഒരു ദൃശ്യം നമ്മൾ കണ്ടിരുന്നു. അതായത് ഒരു സ്ത്രീ സഹായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുന്ന ഒരു ദൃശ്യം കൂടി നമ്മൾ കണ്ടിരുന്നു. കൊല്ലപ്പെട്ടവരിൽ ഒരാൾ ഒരു കർണാടക സ്വദേശിയുടെ ഭാര്യയായിരുന്നു അത്. കർണാടകയിൽ നിന്ന് അവധിക്കാലം ആഘോഷിക്കാൻ കുടുംബസമേതം കശ്മീരിലെത്തിയ ഷിമോഗ സ്വദേശിയായ ഒരു വ്യവസായി കൂടിയായ മഞ്ജുനാഥ് റാവു ആണ് കൊല്ലപ്പെട്ടത്. ഷിമോഗയിൽ അറിയപ്പെടുന്ന ഒരു വ്യവസായി. കർണാടകയിൽ നിന്ന് ജമ്മുവിലേക്ക് വിനോദയാത്ര പോയ മഞ്ജുനാഥ് എന്നയാൾ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. ആ വീഡിയോയിലേക്ക് ഒന്ന് പോയിട്ട് വരാം. कश्मीर टूर का दूसरा दिन है। कल हम बोट हाउस में ठहरे थे। बोट हाउस तो बहुत अच्छा था। अब हम शिकारा राइड कर रहे हैं। शिकारा राइड कर रहे हैं कश्मीर में। शिकारा राइड करवा रहे हैं मोहम्मद रफीक जी, और हमारा सब टूर ऑर्गेनाइज किया है काजल ठाकुर जी, इंडियन ट्रैवल स्टोर से। बहुत अच्छा लगा, बहुत अच्छा सर्विस, धन्यवाद, थैंक यू काजल मैम। कश्मीर प्रवास में आए हैं। अब हमारा कश्मीर टूर का दूसरा दिन है। कल हम बोट हाउस में ठहरे थे। बोट हाउस तो बहुत अच्छा था। अब हम शिकारा राइड कर रहे हैं। शिकारा राइड कर रहे हैं कश्मीर में। शिकारा राइड करवा रहे हैं मोहम्मद रफीक जी, और हमारा सब टूर ऑर्गेनाइज किया है काजल ठाकुर जी, इंडियन ट्रैवल स्टोर से। बहुत अच्छा लगा, बहुत अच्छा सर्विस, धन्यवाद, थैंक यू काजल मैम। कश्मीर प्रवास में आए हैं। ജമ്മു കാശ്മീരിലേക്ക് വിനോദയാത്രയ്ക്കായി പോയ ജമ്മുവിലെ മഞ്ഞുമൂടിയ മലനിരകൾ കാണാനായി സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി പോയ വിനോദസഞ്ചാരികൾക്കാണ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. മനു ഉണ്ട് നാഷണൽ ഡെസ്കിൽ നിന്നും. മനു, നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ നിയമസഭാ സാമാജികരും നിയമസഭയിലെ ഉദ്യോഗസ്ഥരും എല്ലാം അവിടെ ഉണ്ട്. അവരുടെ നിലയെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ? നോർക്ക് അവരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചോ? മുഖ്യമന്ത്രി ബന്ധപ്പെട്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില, നിലവിൽ മലയാളികളായിട്ടുള്ള ബാക്കി എല്ലാവരും സുരക്ഷിതരാണെന്ന് തന്നെയാണ് നോർക്ക് അറിയിക്കുന്നത്. കശ്മീരിൽ നിന്നുള്ള മലയാളികളുടെ സുരക്ഷ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. കേരളത്തിൽ നിന്നുള്ള MLA-മാരായ ടി സിദ്ദീഖ്, മുകേഷ്, KP മജീദ്, അൻസലം എന്നിവരാണ് ഈ കാശ്മീരിൽ ഉണ്ടായിരുന്നത്. അവരിൽ നിയമസഭയിലെ കുറച്ച് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. ഇവരെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ഇവരുമായി സംസാരിച്ചെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കിയിരുന്നു. ഈ കാശ്മീർ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളീയർക്ക് സഹായവും സേവനങ്ങളും ലഭ്യമാക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശാനുസരണം നോർക്ക ഹെൽപ്പ് ഡെസ്കും തുടങ്ങിയിട്ടുണ്ട്. ഇതിനു പുറമെ ടൂറിസ്റ്റുകൾക്കായി അനന്തനാഗിലും അനന്തനാഗിൽ പോലീസ് കൺട്രോൾ റൂമും തുറന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അഖില.